നമസ്കാരം. തെരുവ് നായകളെ ഷെൽട്ടറിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഇന്ന് മേയറുടെ വാർത്താ സമ്മേളനത്തിൽ ഉയർന്നു വന്നു. ചില മാപ്രകൾ വളരെയധികം ദുഷ്ടലാക്കോടുകൂടിയാണ് ചില ചോദ്യങ്ങൾ ചോദിച്ചത്. അതായത് അവിടെ മുമ്പ് വാഴക്കൃഷി നടത്തിയിരുന്ന സ്ഥലത്തൊക്കെയാണ് ഈ തെരുവ് നായകളെ കൊണ്ടാക്കിയിരുന്നത്. അതിൻ്റെ മുകളിലും താഴെയുമായിട്ട് കൈയും കാലും വയ്യാത്ത ചില ആൾക്കാരൊക്കെ ഉണ്ട്. അവരെന്ത് ചെയ്യും? ഈ ശബ്ദം കേട്ടുകൊണ്ട് അവരിയ്ക്കണമോ എന്ന രീതിയിൽ മേയർ കൃത്യമായി തന്നെ പറഞ്ഞു. ഞാൻ അവിടെ പോയി നിരീക്ഷിച്ചു, അവിടെ പോയി നോക്കിയതിന് ശേഷം തന്നെയാണ് ഈ പ്രോജക്റ്റ് അവിടെ കൊണ്ടുവന്നത്. അതുമാത്രമല്ല, ഈ ടെക്നിക്കൽ ടീം അവിടെ നിരീക്ഷണം നടത്തി അവിടെ എല്ലാ സാധ്യതകളും ഒരു കുഴപ്പവുമില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഏക്കർ കണക്കിന് ഭൂമിക്ക് ഉള്ളിലാണ് ഈ ഒരു ഷെൽട്ടർ പണി തീർത്തത്. അത്തരമൊരു ഷെൽട്ടറിന് എന്താണ് കുഴപ്പം? കാരണം തിരുവനന്തപുരത്ത് ആകെയും തെരുവ് നായകൾ വിവിധ ഇടങ്ങളിലേക്ക് ചെന്ന് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ആക്രമണം നടത്തുമ്പോഴും അവരെ കൊല ചെയ്യുമ്പോഴും ഒക്കെയും തെരുവ് നായ പ്രശ്നം എങ്ങനെയെങ്കിലും തന്നെ പരിഹരിക്കണം എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം, തിരുവനന്തപുരത്തിൻ്റെ ആവശ്യം. ഇപ്പോൾ തെരുവ് നായകളെ ഷെൽട്ടറിലേക്ക് മാറ്റുമ്പോൾ അതായി കുറ്റം. ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കാൻ നടന്നു കഴിഞ്ഞാൽ നാടെങ്ങനെയാണ് മുന്നോട്ട് നീക്കുക, മുന്നോട്ട് പോകാൻ കഴിയുക എന്ന കൃത്യമായിട്ട് കുറിക്കുകൊള്ളുന്ന ചോദ്യം തന്നെയാണ് മേയർ ചോദിച്ചത്. അങ്ങനെ പ്രതിപക്ഷ ധ്വനി ഉയർത്തുന്ന രീതിയിൽ, അതായത് പ്രതിപക്ഷം പോലും ചോദിക്കാൻ അറയ്ക്കുന്ന ചില ചോദ്യങ്ങളാണ് ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ട്രീ കട്ടർ മാധ്യമവും അതോടൊപ്പം തന്നെ മറ്റൊരു മാധ്യമവും 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു എന്ന അടിസ്ഥാനത്തിലുള്ള മറ്റൊരു മാധ്യമവും ചോദിച്ചത് വളരെ ദുഷ്ടലാക്കോടുകൂടിയുള്ള ചില ചോദ്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഇത്തരം മാധ്യമങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ മേയർ മറുപടി കൊടുത്തു. എനിക്ക് എന്തായാലും തെരുവ് നായകളെ ഷെൽട്ടറിലേക്ക് മാറ്റിയേ പറ്റുള്ളൂ. ഇനി ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഞ്ചായത്ത് കൊടുക്കട്ടെ. പഞ്ചായത്ത് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അതിനെതിരെ എന്താണ് പ്രവർത്തിക്കേണ്ടതെന്ന് കോർപ്പറേഷന് കൃത്യമായിട്ട് അറിയാം. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാരംഭിക പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴൊന്നും ആർക്കും പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ. നിങ്ങൾക്കും വേണമെങ്കിൽ അവിടെ പോയി നിരീക്ഷിക്കുകയോ പരീക്ഷിക്കുകയോ ഇനി കേസ് കൊടുക്കുകയോ എന്ത് വേണോ ചെയ്യാൻ എന്ന് കണക്കിന് രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തിൻ്റെ മേയർ വി രാജേഷ് മുന്നോട്ട് പോകുന്നത്. അത് മാത്രമല്ല, ഇനി പ്രധാനമന്ത്രിയെ കാണുവാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കോർപ്പറേഷൻ കൗൺസിലർമാർ ഡൽഹിയിലേക്ക് പോകുന്നു. അപ്പോൾ രണ്ടാം ഘട്ട ബ്ലൂ പ്രിൻ്റ് ഈ തിരുവനന്തപുരത്തിൻ്റെ വികസന രേഖ പ്രധാനമന്ത്രിയെ ഏൽപ്പിക്കുവാനുമുള്ള ചില കാര്യങ്ങളും അവർ ആലോചിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അടുത്ത 5 വർഷവും തിരുവനന്തപുരത്ത് എന്തൊക്കെ തന്നെ പദ്ധതികൾ നേരത്തെ നടപ്പിലാക്കിയിട്ടില്ലയോ അതെല്ലാം തന്നെ നടപ്പിലാക്കി തിരുവനന്തപുരത്തിൻ്റെ സമഗ്ര വികസനം എന്നത് തന്നെയാണ് ലക്ഷ്യം എന്ന രീതിയിൽ തന്നെ ആ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് രാപ്പകൽ അധ്വാനിക്കാൻ താൻ തയ്യാറാണ് എന്ന് തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ഇന്ന് പറയുകയുണ്ടായത്. അതായത് അടുത്തിനി ബഡ്ജറ്റാണ് വരാൻ പോകുന്നത്. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് പോലെ ആയിരിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇതിനിടയിൽ ഉണ്ടായിരുന്നു. എന്തായാലും തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റുകൾ പോലെ ആയിരിക്കില്ല. ഇത് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ബഡ്ജറ്റാണ് എന്ന് അങ്ങനെയും ഒരു മറുപടി പറഞ്ഞു. എന്തായാലും മാപ്രകൾക്കെല്ലാം നല്ല വയറ് നിറച്ച് കൊടുത്ത ശേഷമാണ് തിരുവനന്തപുരം മേയർ പറഞ്ഞു വിട്ടത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.